മാന്യ പ്രേക്ഷകർക്ക് എവരിത്തിങ് ഹാപ്പിനെസ് ചാനലിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, സംസ്ഥാന അസംബ്ലിയിലേക്കുള്ള ഇലക്ഷൻ ഇപ്പോൾ കഴിഞ്ഞു. വോട്ടെണ്ണൽ ദിനം കാത്ത് നമ്മളെ ആളുകൾ എല്ലാവരും നോക്കിയിരിക്കുകയാണ്. കേരളം, ബംഗാൾ, ആസാം തുടങ്ങിയ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോൾ സംസ്ഥാനങ്ങളിലേക്കുള്ളത് കഴിഞ്ഞു. ഇതിന് പ്രധാനമായിട്ടുള്ളത് കേരളവും ബംഗാളുമാണ്. കേരളത്തിൽ 2 ഘട്ടമായിട്ട് 5-5, 10 വർഷമായിട്ട് ഇടതുപക്ഷ ഗവൺമെൻറ് കണ്ടിന്യൂസായി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇടതുപക്ഷ ഗവൺമെൻറ്റിന് 2 ഭരണം അടുപ്പിച്ച് കിട്ടിയത്. ഈ 2 ഭരണകാലത്തിനിടയ്ക്ക് എത്ര ഗവൺമെൻറ് പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തിനെതിരായിട്ടുള്ളൊരു വിധിയാണോ അനുകൂലമായിട്ടുള്ള വിധിയാണോ ഉണ്ടാകുന്നതെന്ന് സസൂക്ഷ്മം കേരള ജനത മെയ് 4 നോക്കിയിരിക്കുക. ഈ 10 വർഷത്തെ ഭരണത്തിനിടയിൽ ഒരുപാട് കലാമിറ്റികൾ ഉണ്ടായി. അതിഭയങ്കരമായ വെള്ളപ്പൊക്കം, ചരിത്രത്തിലെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കം, അതേപോലെ തന്നെ കോവിഡ് മഹാമാരി, അതോടൊപ്പം തന്നെ ഒരുപാട് അതിസങ്കീർണമായ പ്രശ്നങ്ങൾ കേരള ജനസമൂഹം ഈ 10 വർഷത്തിൽ അഭിമുഖീകരിച്ചു. ഒരു ഭരണമാറ്റം ഉണ്ടാകില്ല, തൂക്ക് മന്ത്രിസഭയായിരിക്കുമെന്നൊക്കെ പറഞ്ഞ് എക്സിറ്റ് പോൾ പ്രവചനം നടക്കുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും കൃത്യമായി പറയാൻ പറ്റിയില്ല. ഫലപ്രഖ്യാപനം വന്നതിന് ശേഷം മാത്രമേ കഴിയുള്ളൂ. എങ്ങനെയാണെങ്കിലും ഇലക്ട്രിക് വോട്ടിംഗ് മെഷീനെ പറ്റിയുള്ള സന്ദേശവും ഒക്കെ നടക്കുന്നു. ബംഗാളിൽ ആകെ കുഴഞ്ഞു മറിഞ്ഞ രീതിയാണ്. ഒരു വശത്ത് മമതാ ബാനർജി, മറുവശത്ത് ശക്തമായ BJP നേതാക്കൾ, പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി എന്ന് വേണ്ട എല്ലാ ഓൾ ഇന്ത്യ മിഷണറീസ്, പോലീസ് ഫോഴ്സ് എല്ലാം നടത്തിക്കൊണ്ട് ബംഗാളിലെ വീണ്ടും ഒരു മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള 4ാമത്തെ ഗവൺമെൻറ് വരുമോ ഇല്ലയോ എന്നുള്ള ആകാംക്ഷഭരിതമായ ഒരു ദിനങ്ങളാണ് കടന്നു പോകുന്നത്. സുഹൃത്തുക്കളെ, എന്താണേലും ഇന്ത്യയുടെ വോട്ടിംഗ് ചരിത്രത്തിൽ SIRന് ശേഷം നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ 94% വോട്ട് രേഖപ്പെടുത്തി റെക്കോർഡ് പോളിംഗ് നടന്നുകൊണ്ടാണ് ഇപ്പോൾ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കേരളത്തിലും നല്ല ശതമാനം പോളിംഗ് ആയിരുന്നു. തമിഴ്നാട്ടിലും അതെ, റെക്കോർഡ് പോളിങ്ങിനോട് അടുപ്പിച്ചുള്ള പോളിംഗാണ്. അപ്പോൾ ഈ സംസ്ഥാനങ്ങളിലെ ജനവിധി അതിസങ്കീർണമായ പ്രാധാന്യത്തോടെ ഇന്ത്യ മഹാരാജ്യവും ലോകരാജ്യങ്ങളും ഉറ്റുനോക്കുന്നു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യുന്നതും അത് ജനങ്ങളിലേക്ക് എത്രമാത്രം വിശ്വസ്തയോടെ പ്രതിഫലിച്ചിട്ടുണ്ടെന്നുള്ളതും ഈ ഇലക്ഷനിൽ മനസ്സിലാക്കുവാൻ കഴിയും. എങ്ങനെയാണെങ്കിലും ജനാധിപത്യ പ്രക്രിയ നടന്നു കഴിഞ്ഞു. ഇനി അതിൻ്റെ ഫലങ്ങളാണ് വരാനുള്ളത്. അതിലേക്ക് ഉള്ള നാളുകളാണ് ഇനിയുള്ളത്. സുഹൃത്തുക്കളെ, ഈ ജനാധിപത്യ പ്രക്രിയയിൽ ഈ വോട്ട് ചെയ്തിട്ടുള്ള വോട്ടിംഗ് മെഷീനുകളെല്ലാം സൂക്ഷിച്ചിരിക്കുന്ന ലോക്കറുകളിൽ ഗവൺമെൻറ്റിനെയും ഇലക്ഷൻ കമ്മീഷനെയും വിശ്വാസമില്ലാഞ്ഞിട്ട് അതാത് പാർട്ടികളുടെ കേഡറുകൾ കാവൽ നിൽക്കുകയാണ്. പല ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഭരിക്കുന്ന പാർട്ടിയും പ്രതിപക്ഷ പാർട്ടിയും അല്ലാത്ത പാർട്ടിയും ഇതൊക്കെ എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളാണ്. ഇന്നലെ ബംഗാളിൽ മമതാ ബാനർജി തന്നെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ സന്ദർശിക്കുകയും പോലീസും CRPFും ഒക്കെ ആയിട്ടുള്ള തർക്കങ്ങളും നമ്മൾ മീഡിയയിൽ കൂടെ കണ്ടു. ഒരിക്കൽ ലോക്കറിലൊക്കെ സാധനം വെച്ച് പൂട്ടിക്കഴിഞ്ഞാൽ ഇത്രയും പ്രധാനപ്പെട്ടതായ ഒരു ഭരണ നിർവഹണത്തിൽ വീണ്ടും എന്തിനാണ് ഇതിൽ ഒരു തർക്കങ്ങൾ ഉണ്ടാകുന്നത്? അത് ശക്തമായിട്ടും
കൃത്യമായിട്ടും അത് പാലിക്കപ്പെടുകയല്ലേ വേണ്ടത്. ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കപ്പെടുകയല്ലേ വേണ്ടത്. ഭരണപക്ഷമാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും ഇലക്ഷൻ കമ്മീഷനാണല്ലോ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ഉചിതമാണ്. ഇത് അനുചിതമല്ലേ? അപ്പോൾ അതൊക്കെ പരമാവധി ഒഴിവാക്കുകയല്ലേ വേണ്ടത്. അതാണല്ലോ ജനാധിപത്യ രീതി. എന്താണേലും ഒരു അതിശക്തമായ ഒരു അസംബ്ലി ഇലക്ഷൻ്റെ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ ഈ മെയ് 4 വരികയാണ്. ഈ തിരഞ്ഞെടുപ്പ് ആത്യന്തികമായി ഇന്ത്യയിലെ ഭരണത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയയുടെ ഒരു ചൂണ്ട് പറയുകയായിരിക്കും. എന്തായാലും എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ പലരും പല രീതിയിലാണ് പറയുന്നത്. എല്ലാ പ്രാവശ്യവും ഇതൊരു സാമ്പിളാണ്. കാരണം ഈ സാമ്പിളിൽ പറയുന്നവരെല്ലാം സത്യം പറഞ്ഞുകൊള്ളണമെന്നില്ല. സത്യം വെളിയിൽ വരിക എങ്ങനെയാണെങ്കിലും വോട്ട് എണ്ണിക്കഴിയുമ്പോഴായിരിക്കും. വോട്ടെണ്ണൽ കഴിയുമ്പോഴാണ് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. പക്ഷേ അതിനു മുമ്പ് തന്നെ തർക്കങ്ങൾ മുറുകയാണ്. ആര് ഭരിക്കുന്ന പക്ഷമാണോ പ്രതിപക്ഷമാണോ ഏത് പക്ഷമാണോ തൂക്കുമന്ത്രിസഭയാണോ ഒന്നും അറിയാതെ ഞാൻ മുഖ്യമന്ത്രിയാവും, നീ മുഖ്യമന്ത്രിയാവും, അയാളാണ് ഇയാളാണെന്നും പറഞ്ഞ് അനാവശ്യമായിട്ട് മീഡിയകളും പത്രങ്ങളും തർക്കങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇവർക്കൊന്നും വേറെ പണിയില്ല. ഇത് റിസൾട്ട് വന്നു കഴിഞ്ഞല്ലേ മുഖ്യമന്ത്രിയാണ് ആരാണ്, മന്ത്രിമാരാരാണെന്നൊക്കെ തീരുമാനിക്കുന്നത്. അതിന് മുമ്പ് ഇതിൻ്റെയൊക്കെ ഇതിന് വല്ല കാര്യമുണ്ടോ? ഇതാണ് നമ്മുടെ നാട്ടിലെ പത്രധർമ്മം. വെറുതെ ഏതെങ്കിലും പത്രപ്രതിനിധികളൊക്കെ ചെന്ന് എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ നിൽക്കുന്ന നേതാക്കന്മാർ, അത് ഇലക്ഷൻ വന്ന് അതിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞ് അതിലെ MLA-മാരും കേന്ദ്ര കമ്മിറ്റിയും അല്ലെ കേന്ദ്ര നേതാക്കന്മാരും ഒക്കെ കൂടി യുക്തരായവരെ അല്ലെ വേണ്ടപ്പെട്ടവരെ തിരഞ്ഞെടുത്ത് ചീഫ് മിനിസ്റ്റർ ആക്കുകയോ മുഖ്യമന്ത്രി ആക്കുകയോ ഒക്കെ ചെയ്യുന്നതല്ലേ സാധാരണമായ രീതി. അതിന് പകരം അതിനു മുമ്പേ എല്ലാവരും കൂടിക്കിടന്ന് ഉപതർക്കങ്ങളാണ്. അതിനിടയ്ക്ക് ചാനൽ സർവേക്കാർ അവരാണ് തീരുമാനിക്കുന്നത് എന്നുള്ള രീതിയിലാണ്. സുഹൃത്തുക്കളെ, വസ്തുതാപരമായി പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ മനസ്സ് ജനങ്ങൾക്കേ അറിയുള്ളൂ. ഇനി അതിൻ്റെ വോട്ടെണ്ണി ഫലം പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ അറിയാം എങ്ങോട്ടാണ് കൊടുങ്കാറ്റ് എന്ന്. അങ്ങനെ ഈ ഒരു തെരഞ്ഞെടുപ്പ് 2026 സെൻസസിന് മുമ്പായിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ്, അതിന് 2026 സെൻസസിൽ ജാതിയും ഉപജാതിയും കൃത്യമായ ഡിജിറ്റൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അതിനുശേഷം മണ്ഡല പുനർക്രമീകരണവും എങ്ങനെയാണെങ്കിലും അതൊക്കെ നടത്തും. അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പിലേക്കാണ് 29 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കാണ് പിന്നെ രാജ്യം നീങ്ങുക. സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സ്ത്രീ ശാക്തീകരണമൊന്നും എവിടെയും കാണുന്നില്ല. 33% സ്ത്രീകൾക്ക് സംവരണം കൊടുക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കുമെന്നൊക്കെ ഗവൺമെൻറ്റും നേതാക്കന്മാരും ഒക്കെ പറയുകയല്ലാതെ ഇതൊന്നും നടന്ന് കാണുന്നില്ല. എന്താണേലും ബംഗാളിൽ സ്ത്രീ ശാക്തീകരണം ഇപ്പോൾ കാണുന്നുണ്ട്. മമതാ ബാനർജി മാഡത്തിൻ്റെ നേതൃത്വത്തിൽ പുരുഷ കേസരികളോട് പോരടിക്കുകയാണ്. അതേപോലെ തന്നെ അവിടുത്തെ ഇലക്ഷനുള്ള വനിതാ പ്രാതിനിധ്യം കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും. സ്ത്രീകളെല്ലാവരും കൂട്ടത്തോടെ പുറത്തു വന്ന് എങ്ങോട്ടുള്ള മാറ്റമാണ്, എന്തിനു വേണ്ടിയുള്ള പുറപ്പാടാണെന്ന് ഈ യഥാർത്ഥ ബംഗാൾ അസംബ്ലി ഇലക്ഷനിൽ നമുക്ക് മനസ്സിലാവും. 94% വോട്ടിംഗ് ഈസ് അൺഇമാജിനബിൾ. ലോകത്തെവിടെയെങ്കിലും ഇതേപോലെ വോട്ടിംഗ് നടന്നിട്ടുണ്ടോ എന്ന് സംശയകരമാണ്. എന്താണെങ്കിലും അത് നല്ലൊരു പ്രതിഭാസമാണ്. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒരു തെളിവാണ്.
സ്ത്രീ ശാക്തീകരണം നടക്കട്ടെ. അത് പുരുഷന്മാർക്കും നല്ലതാണ്. സ്ത്രീ ശാക്തീകരണത്തോട് മാത്രമേ രാജ്യം പുരോഗതി പ്രാപിക്കുകയുള്ളൂ. അറിവുള്ള സ്ത്രീകൾ അറിവുള്ള ജനതയ്ക്ക് രൂപം കൊടുക്കും. അത് ലോകത്തിന് തന്നെ ഒരു മാതൃകയാണ്. സുഹൃത്തുക്കളെ, നന്ദി, നമസ്കാരം. ഐ ആം ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജി മാത്യു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ഔട്ട്.